അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ഇപ്പം ഞാൻ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കുന്ന ഒരു പരിചരണം ഇതിനും കൊടുത്താൽ എനിക്ക് അത് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും തോന്നി. കഴിഞ്ഞ വർഷം ഇത്രയും ഉണ്ടായിരുന്നില്ല, ഈ വർഷം കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റ ചെടിയിൽ നിന്നുണ്ടായതാണ് ഇത് മുഴുവൻ. മെയിൻ വളം എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇറച്ചിയും മീനും കഴുകിയ വെള്ളം. പുറത്തുനിന്ന് വരുന്ന മുന്തിരിയിൽ ഈ വെള്ളപ്പൊടി എന്ന് പറയുന്ന മരുന്ന് ഒന്നും ചെയ്യുന്നില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ആ കാഴ്ചയിലൂടെ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയതല്ല. അത് മറ്റിപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് എൻ്റെ സംതൃപ്തിയാണിത്. അത് ഞാനത് ആസ്വദിക്കുന്നു. അത് ഏറ്റവും താല്പര്യമുള്ളത് പൂച്ചെടികളാണ്. പൂക്കൾ ഇപ്പോൾ ചെടികൾ തന്നെ പല വകഭേദങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഓർക്കിഡ് ഉണ്ട്, മറ്റേ ഇലച്ചെടികളുണ്ട്. എനിക്ക് പൂക്കളുണ്ടാകുന്ന ചെടികളോടാണ് ഏറ്റവും താല്പര്യമുള്ളത്. അത് ഏതായാലും ഇപ്പോൾ റോസ് ഉണ്ട്, നിങ്ങളിതിലുണ്ട്, ചെണ്ടുമല്ലി ഉണ്ട്, ജമന്തി ഇപ്പം ഇല്ല, കുറവാണ്. ജമന്തി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഇത് ബാൾസം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്രയധികം വെറൈറ്റി കളറുകളിലുള്ള വേറെ പൂവുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് തന്നെ ഏതാണ്ട് 40ഓളം കളറുകളുണ്ട്. അതല്ലാതെ ഇത് മുഴുവൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയെന്നല്ലോ. നമ്മളൊരു മാസ്റ്റർ പ്ലാന്റ് 1-2 എണ്ണം വാങ്ങും, അതിൽ നിന്ന് നമുക്ക് ചെറിയ കൊമ്പുകൾ പിടിപ്പിച്ച് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഒരേ കളർ ഇതൊക്കെ തന്നെ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ട്. ഒരു കളർ തന്നെ പലതും ഉണ്ടാവും. ഏതാണ്ട് 300ഓളം കവറും ചട്ടിയും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഒരു സാമ്പാർ വെക്കണമെങ്കിൽ വെണ്ട ഇവിടെ ഉണ്ട്, തക്കാളി ഇവിടെ ഉണ്ട്, പിന്നെ ഒരു തോരൻ മിക്കവാറും ദിവസം പയറുണ്ടാവും, ബീൻസ് ഉണ്ടാവും, പിന്നെ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ക്യാബേജും കോളിഫ്ലവറും ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതുമുണ്ട്. പടംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഓരോ തവണയും വ്യത്യസ്തമായ കർഷകരെയും അതുപോലെ തന്നെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് പരിചയപ്പെടുത്താറുള്ളത് അല്ലേ. ഇന്ന് നമ്മളുള്ളത് കൽപ്പറ്റ മേപ്പാടി റോഡിലെ വിനായകയിലാണ്. ഇവിടെ നമ്മളൊരു ഡോക്ടറുടെ വീട്ടിലാണ്. നമ്മളെന്താണ് ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളതെന്ന് എത്താൻ കാരണം എന്നുള്ളത് ഇവിടുത്തെ ഒരു മുന്തിരി കൃഷിയാണ്. അപ്പോൾ നമ്മുടെ ഗിരീഷ് ഡോക്ടറാണ് ഈ ഒരു മുന്തിരി കൃഷിയും അതുപോലെ പച്ചക്കറി കൃഷിയും കുറേ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഈ ഒരു വീട്ടിലേക്ക് വന്നാൽ തന്നെ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. നമുക്ക് കുറേ പൂക്കൾ കാണാം, ഒരു സൈഡിൽ പച്ചക്കറികളുണ്ട്, ചെറിയൊരു മുന്തിരി തോട്ടമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഗിരീഷ് ഡോക്ടർ. ഇദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണല്ലേ. സാറേ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഇങ്ങനെ ഡോക്ടറായിട്ട് ഇങ്ങനൊരു ഇതിലേക്ക് ഒരു ഫീൽഡിലും കൂടി ഇങ്ങനെ നിൽക്കുന്നത്? ഡോക്ടറായതുകൊണ്ട് നമുക്ക് താല്പര്യങ്ങൾ, നമ്മുടെ പാഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, അല്ല ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കുകളായിരിക്കുമല്ലോ. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ ഇതെങ്ങനെ കൊണ്ടുപോകുന്നു? തിരക്കുകൾ, നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് സമയം കുറവാണ്, എങ്കിലും ഉള്ള സമയം നമുക്ക് ഉപയോഗപ്പെടുത്താനാവുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ. അപ്പോൾ അതൊരു എൻ്റെ ഒരു പാഷനായതുകൊണ്ട് സമയം കണ്ടെത്തും. അതായത് നമ്മൾ രാവിലെ കുറച്ച് സമയം കുറച്ച് സമയം രാവിലെയും, പിന്നെ ഞായറാഴ്ചകൾ എൻ്റെ ഓഫ് ഡേ ആണ്. ആ ദിവസങ്ങൾ ഏതാണ്ട് മുഴുവനായിട്ട് ഞാൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഉപയോഗപ്പെടുത്തുന്ന ഞായറാഴ്ചകളാണ്. പിന്നെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ കിട്ടുമ്പോൾ അത് വേറെ മറ്റ് ആക്ടിവിറ്റീസിലൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ താല്പര്യം മുഴുവൻ ഇതിലാണ്. അത് ചെടി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, എല്ലാം അത് അങ്ങനെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നതും. അതിൻ്റെ പിന്നെ നമ്മളെ ഒരു എഫേർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും ഭംഗിയായിരുന്നു. ഇതെല്ലാം കാഴ്ചയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ആ കാഴ്ചയിലൂടെ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയതല്ല. അത് മറ്റിപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് എൻ്റെ സംതൃപ്തിയാണിത്. അത് ഞാനത് ആസ്വദിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ജോലി ആസ്വദിക്കുക. തിരക്കുകൾ ഉണ്ട്, അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉണ്ടാവും, എങ്കിലും നമുക്ക് സമയം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ നിർത്തുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് ആകർഷിച്ചത് ഈ ഒരു ചെറിയൊരു മുന്തിരി ഇങ്ങനെ പഴുത്ത് നിന്ന് കണ്ടപ്പോഴാണ്. എങ്ങനെയാണ് ഈ ഒരു മുന്തിരി ഇവിടെ നമുക്ക് നട്ട് ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് നല്ല വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഐഡിയ വന്നത്? അതിപ്പോൾ ഞാൻ ഈ വീട് വെച്ചിട്ട് ഏതാണ്ട് 15 കൊല്ലത്തിൽ മേലെയായി. അപ്പോൾ ആ വീട് വെക്കുമ്പോൾ തന്നെ എനിക്കിതൊരു താല്പര്യം പണ്ടേ ഉള്ളതുകൊണ്ട് ഞാൻ കുറേ ഫലവൃക്ഷങ്ങൾ ഇതിൻ്റെ കൂടെ, ഇതിപ്പോൾ ലിച്ചി ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ഞാവലുണ്ടായിരുന്നു, അത് നശിച്ചു പോയി, പിന്നെ നമ്മുടെ മാതളം അനാറ് അതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു, ഒരു നെല്ലി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ വാങ്ങി ഈ വീടിന് വെച്ച് താമസാക്കിയപ്പോൾ തന്നെ, ഇപ്പോൾ സപ്പോർട്ടുണ്ട്, ഇതൊക്കെ
ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു നഴ്സറിയിൽ അന്നൊരു മുന്തിരി തൈ കണ്ടപ്പോൾ വാങ്ങിച്ചത്, ഒരു കൗതുകത്തിന് വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ വെച്ചു. പിന്നെ അതിന് വലിയ പരിചരണമൊന്നും വേണ്ട ഒരു ഇതല്ല ഇതിപ്പോൾ ഒരു ചെടിയാണിത്, അതിലുണ്ടായതാണ് ഇതൊക്കെ. പക്ഷേ ഇത് ആദ്യകാലങ്ങളൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് പരിചരിച്ചിരുന്നില്ല, കാരണം എനിക്കിതിൻ്റെ പരിചരണ രീതികൾ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ പന്തൽ ഞാൻ ഒരു നല്ല പന്തലിട്ട് കൊടുത്തു, പടർത്തി, അതിങ്ങനെ പടർന്ന് നടക്കും. വർഷത്തിൽ ഈ ഒരു സമയമാകുമ്പോൾ ഒരു കൊലയൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും, ചെറുത്, വളരെ ചെറുത്. അത് തന്നെ ഞങ്ങൾ യാദർച്ഛയായിട്ട് കാണുന്നത്. ഇതിനിടയിൽ ഒന്നൊന്നും ഉണ്ടായാലും കാണില്ലല്ലോ. അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന്, ഇപ്പം ഞാൻ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കുന്ന ഒരു പരിചരണം ഇതിനും കൊടുത്താൽ എനിക്ക് അത് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും തോന്നി. ഞാനിത് ചെയ്യുന്ന ഒരാളെ ആയിട്ട് ബന്ധപ്പെട്ടു. ഇത് കൽപ്പറ്റ തന്നെ ഒരാൾ ഇത് വേറെ ചെയ്യുന്നുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചു നോക്കി. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഇതിൻ്റെ പരിചരണ രീതികളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് മെയിനായിട്ട് വെയിൽ വേണം, നല്ല വെയിലുള്ള സ്ഥലത്താണ് നന്നായിട്ട് ഇത് പുഷ്പിക്കുന്നതും കായ് പിടിക്കുന്നതൊക്കെ. പിന്നെ അത് ഒരു പ്രൂണിങ് എന്ന് പറഞ്ഞ ഇതുണ്ട്, നമ്മൾ കവാത്ത് പറയുന്ന ആ രീതി. അതൊരു നവംബർ വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രൂൺ ചെയ്യണം. അതായത് വലിയ കൊമ്പുകളൊക്കെ നമ്മൾ വെട്ടി ഒതുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യണം. വളം സാധാരണ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ വേണമെങ്കിൽ രാസവളം കുറച്ചിട്ട് കൊടുക്കാം, നന്നായിട്ട് നനയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മഞ്ഞുകാലമൊക്കെ തുടങ്ങുന്നതോടുകൂടി ചെറുതായിട്ട് പൂ വരും, കായ പിടിക്കും. അപ്പോൾ ഒരു കഴിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കെയർ കൊടുത്തത്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത്രയും ഉണ്ടായിരുന്നില്ല, ഈ വർഷം കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റ ചെടിയിൽ നിന്നുണ്ടായതാണ് ഇത് മുഴുവൻ. ഒരു ഏതാണ്ട് 10-40ഓളം കൊലകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഒന്ന് നമ്മൾ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം പിന്നെ ഇതിൻ്റെ മെയിൻ വളം എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇറച്ചിയും മീനും കഴുകിയ വെള്ളം, അത് ഇതിൻ്റെ ഡെയിലി നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഡെയിലി ഇതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും വളം. പിന്നെ വേറെ വലിയ പരിചരണമൊന്നും മരുന്നൊന്നും അടിക്കുന്നില്ല. പലരും ഇത് കണ്ടിട്ട് ഈ പൊടി കണ്ടിട്ട് ഇത് മരുന്നടിക്കുന്നുണ്ടോ, നമ്മളെ ഒരു ധാരണ അതാണല്ലോ. പുറത്തുനിന്ന് വരുന്ന മുന്തിരിയിൽ ഈ വെള്ളപ്പൊടി എന്ന് പറയുന്ന മരുന്ന് ഒന്നും ചെയ്യുന്നില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ. പിന്നെ വർഷത്തിലൊരിക്കലേ നമുക്ക് കിട്ടുകയുള്ളൂ വയനാടൻ കാലാവസ്ഥ. പക്ഷേ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരു വർഷത്തിൽ 2 തവണ ക്രോപ്പ് ചെയ്യുന്നുണ്ട് അവർ. നമുക്കത് ഒരു തവണയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിന് എനിക്ക് അഭിപ്രായം പറഞ്ഞ വ്യക്തി പറഞ്ഞ പുള്ളിക്ക് ഒരു തവണ നന്നായിട്ട് കിട്ടുകയുള്ളൂ. അത് ഒരു വർഷം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു വിൽപ്പനയ്ക്കോ നമുക്ക് വയറിറച്ചി തിന്നാനോ ഉള്ള നമ്മുടെ ഒരു കൗതുകമാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയ ആളെന്ന് പറയുന്നത് നമ്മുടെ ഷെനിലേട്ടനാണ്, ഗ്രീൻ ഹെവൻ. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു ഗിരീഷ് സാറിനെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ആദ്യം ഈ ഒരു പച്ചയ്ക്ക് ഈ മുന്തിരി ഇങ്ങനെ നിൽക്കുന്ന വീഡിയോ ആയിരുന്നു കണ്ടതുണ്ട്, എല്ലാവരും കണ്ടു. അന്ന് കുറേ ഒരു ഫ്ലവറിങ്, ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു ടൈമിൽ നല്ല പൂക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴും കുറേ മുന്തിരി ഇങ്ങനെ നല്ലൊരു പഴുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് വിളവെടുക്കുന്ന ഒരു പറിച്ചിങ്ങനെ പറിക്കാനുള്ളൊരു ടൈമും കൂടി ആയിട്ടുണ്ട് അല്ലേ ഏകദേശം. കണ്ടറിയാലോ, എല്ലാവരും ചിലത് പച്ചയായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്, പഴുത്ത് നിൽക്കുന്നത് ഒക്കെ നന്നായിട്ട് പഴുത്ത്, ഇതെല്ലാം ശരിക്കും കണ്ടാൽ തന്നെ അറിയാലോ പഴുത്ത്. നമുക്കിപ്പോൾ ഈ ഒരു മുന്തിരി ഒന്നും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ സക്സസ് ആയിട്ടില്ല. ഇവിടെ വരുന്നവരും കാണുന്നവരും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് തോന്നുന്നു, ഈ ഒരു മുന്തിരി ഇത്രയും നന്നായിട്ട് കായ്ച്ചു ഇങ്ങനൊരു ഇത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പോൾ എന്താ തോന്നുന്നത് നമുക്ക്? അത് ഇപ്പോൾ ഇന്നലെ ഇത് അപ്ലോഡ് മറ്റേ ചാനലിൽ ഇത് വന്നതോടുകൂടി എനിക്കിത് ഇന്നലെ തന്നെ ധാരാളം പേര് എന്നെ വിളിച്ച്, പലരും ധരിച്ചിരിക്കുന്ന ഞാനൊരു മുന്തിരിത്തോട്ടമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. കാരണം കൊലകൾ കാണുമ്പോൾ ഇത് നിറയെ ഇതൊരൊറ്റ ചെടിയിലുണ്ടായ കൊലകളാണിത്, കൂടുതലൊന്നുമില്ല. ഒരൊറ്റ അവിടെ കാണാം അതിൻ്റെ തണ്ട്, ഒരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്, വീട് വെച്ചോടൻ വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ പലരും ഇന്നലെ വിളിച്ച് ഞങ്ങൾ വന്നാൽ ഇത് കിട്ടുമോ, പിന്നെ അതിൻ്റെ പരിചരണ രീതികൾ കുറേ പേര് ചോദിച്ചു. അപ്പം അതിന് സന്തോഷമുള്ള കാര്യം ഇത് കുറേ പേര് അറിഞ്ഞു കാണുന്നു എന്നുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കൗതുകമാണ് പ്രധാനമായിട്ട്. കാരണം അതാണ് ഒരു പക്ഷേ ചെടികളൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇതൊരു കാഴ്ചയാണ്. കാരണം മുന്തിരി നമ്മൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ, സാധാരണ നമ്മളിപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ മുന്തിരി പാടങ്ങളാണ്, വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ
പൊതുവെ ഉണ്ടായിരിക്കും, പലരും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വെയിൽ കൊള്ളുമ്പോൾ നനയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറ്റ് പച്ചക്കറികൾക്കൊക്കെ ചെയ്യുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് വളം ഇടുകയൊന്നും ആവശ്യമില്ല ശരിക്കും. പിന്നെ ഇതൊരു വളമാണ്, അതാണ് നമ്മുടെ മെയിൻ. അത് തന്നെ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ അങ്ങനെ അത് വാങ്ങുന്ന ഒരാളല്ല, ഇവിടെ വൈഫ് അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ അയൽവാസികൾ ഇത് സ്ഥിരം വാങ്ങുന്ന ആൾക്കാരുടെ അവിടെ ഞാനൊരു ബക്കറ്റ് വെച്ചിരിക്കുക. അവരോട് കഴുകിയ വെള്ളം നിങ്ങൾ അതിലൊഴിച്ച് വയ്ക്കും, എനിക്ക് ഇതിന് ഒഴിക്കാൻ അവരതെടുത്ത് വയ്ക്കും, എനിക്ക് തരും. അത് അവിടെ മിക്കവാറും ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വാങ്ങുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടാറുണ്ട്. ഞങ്ങൾ വാങ്ങുന്നില്ലെങ്കിലും സംഭവം കിട്ടും. ഇത് ഒഴിവാക്കി കളയുന്നൊരു സാധനമല്ല. ഒരു ബക്കറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അവരതിൽ ഒഴിച്ച് വയ്ക്കും. അതുകൊണ്ടൊന്ന് അതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കും. അതാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇത് വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറേ അധികം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പൂക്കളുണ്ട്, പച്ചക്കറികളുണ്ട്, അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ളത്? എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് പൂച്ചെടികളാണ്. പൂക്കൾ ഇപ്പോൾ ചെടികൾ തന്നെ പല വകഭേദങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഓർക്കിഡ് ഉണ്ട്, മറ്റേ ഇലച്ചെടികളുണ്ട്. എനിക്ക് പൂക്കളുണ്ടാകുന്ന ചെടികളോടാണ് ഏറ്റവും താല്പര്യമുള്ളത്. അത് ഏതായാലും ഇപ്പോൾ റോസ് ഉണ്ട്, നിങ്ങളിതിലുണ്ട്, ചെണ്ടുമല്ലി ഉണ്ട്, ജമന്തി ഇപ്പം ഇല്ല, കുറവാണ്. ജമന്തി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഇത് ബാൾസം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്രയധികം വെറൈറ്റി കളറുകളിലുള്ള വേറെ പൂവുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് തന്നെ ഏതാണ്ട് 40ഓളം കളറുകളുണ്ട് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും പാഷൻ, വീക്ക്നെസ് എന്നൊക്കെ പറയും. ഇതിനു വേണ്ടിയാണ് എൻ്റെ പിന്നെ കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ തൈകൾ അല്ലെങ്കിൽ ഈ വെറൈറ്റീസ് ഒക്കെ എവിടുന്ന് നമ്മൾ കണ്ടെത്താനാണ്? അത് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് താല്പര്യം ഉണ്ടാകുമ്പോൾ നഴ്സറികളിൽ നമ്മൾ അന്വേഷിക്കും, നമ്മളെടുത്തില്ലാത്ത വെറൈറ്റികൾ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ അമ്പലവയൽ എന്നൊക്കെയാണ് പലപ്പോഴും എനിക്ക് ഇതിൻ്റെ തൈ കിട്ടാറുള്ളത്. പിന്നെ ഒരു തൈ കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് പിടിപ്പിച്ചെടുക്കാം, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ അതല്ലാതെ ഇത് മുഴുവൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയെന്നല്ലോ. നമ്മളൊരു മാസ്റ്റർ പ്ലാന്റ് 1-2 എണ്ണം വാങ്ങും, അതിൽ നിന്ന് നമുക്ക് ചെറിയ കൊമ്പുകൾ പിടിപ്പിച്ച് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഒരേ കളർ ഇതൊക്കെ തന്നെ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ട്. ഒരു കളർ തന്നെ പലതും ഉണ്ടാവും. ഏതാണ്ട് 300ഓളം കവറും ചട്ടിയും കൂടി ഉണ്ട്. ഇത് അതിൽ 40 കളറുകളുണ്ട്. അപ്പോൾ അത് പിന്നെ അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ചെടി. പിന്നെയുള്ളത് പിന്നെ പച്ചക്കറികളും എനിക്ക് താല്പര്യമുള്ളത് തന്നെ. കാരണം സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഞങ്ങൾ ചെറിയ ഫാമിലിയല്ല, അതിനുള്ള കിട്ടാറുണ്ട്. തക്കാളി, വെണ്ടക്ക, പിന്നെ വഴുതന, പാവൽ, പയർ. പിന്നെ ശീതകാല പച്ചക്കറി നന്നായിട്ട് ചെയ്യാറുണ്ട്. അത് വലിയ വ്യാപകമായിട്ടല്ല, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അയൽവാസികൾക്ക് നാട്ടിൽ പോകുമ്പോൾ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി എല്ലാം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ക്യാരറ്റ് ചെയ്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ എല്ലാം പല സമയങ്ങളായിട്ട്. ഇപ്പം അതൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു, വിൻ്റർ കഴിഞ്ഞു. നമുക്ക് ഈ മുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഒരു സൈഡിൽ നമുക്ക് ഷെഡ് ഒരുക്കിയിട്ടുണ്ട്, പച്ചക്കറികൾക്ക് മാത്രമായിട്ടൊരു ഷെഡ്. അത് ചെറിയൊരു സ്ഥലത്താണ്. മുറ്റത്തിൻ്റെ എനിക്ക് തോന്നുന്നൊരു ഭാഗം മുഴുവൻ നമുക്ക് പച്ചക്കറികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. ആ ഷെഡ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലൊരു കാരണം നമ്മുടെ വയനാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണല്ലോ കുരങ്ങന്മാരുടെ ശല്യം. അവർക്ക് അത് വന്ന് നശിപ്പിച്ച് കളയും എന്തും. അത് വയനാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വീട് വെക്കുന്ന സമയത്ത് ഇവിടെ കുരങ്ങ ശല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ വെച്ച് പോവും. പിന്നെ ഒരു കാലത്ത് കുരങ്ങ് വരാൻ തുടങ്ങി. വന്നപ്പോൾ ഞങ്ങൾ രാവിലെ ഭാര്യയും ജോലിക്ക് പോകുന്നവരെ ഞങ്ങൾ 2 പേരും ഇറങ്ങി പോവും. വൈകുന്നേരം വരുമ്പോൾ ഇവിടെ എല്ലാവരും തീരുമാനമാക്കിയിട്ടുണ്ടാവും. അവർ എല്ലാം കടിച്ച് പറിച്ചിട്ട് വഴുതനയായാലും തക്കാളിയായാലും കോളിഫ്ലവറിൻ്റെ പൂവൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ പിന്നെ ഒന്നില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തണം. ഇനി കുരങ്ങനെ പേടിച്ച് പലരും നമ്മുടെ വയനാട്ടിൽ ചെയ്യുന്നവർ കൃഷി അവസാനിപ്പിക്കുക. അതല്ലെങ്കിൽ പിന്നെ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ആലോചനയിലാണ് ഈ ഷെഡിലേക്ക് വന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മറ്റേ നെറ്റൊക്കെ അടിച്ച് ഇൻഡസ്ട്രിക്കാരെ കൊണ്ട് ചെയ്യിച്ചാണ്. ഇപ്പോൾ കുരങ്ങ് പുറത്തൊക്കെ വന്ന് നോക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. ഇതിൻ്റെ പുറത്ത് വന്ന് ഉള്ളിൽ തക്കാളിയൊക്കെ കായ്ച്ച് വെക്കുമ്പോൾ പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അകത്തേക്ക് കയറാൻ ഡോറും ഉണ്ട്. അപ്പോൾ പിന്നെ അത് സേഫായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുരങ്ങിനെ മാത്രമല്ല, മഴക്കാലത്ത് കൂടെ നമുക്ക് അതിനകത്ത് നമുക്ക് മഴക്കാലത്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ധാരാളം ഉണ്ട്. തക്കാളി, വെണ്ടയ്ക്ക, പയറൊക്കെ മഴക്കാലത്തും ഉണ്ടാവും. ഈവൻ ക്യാബേജും കോളിഫ്ലവർ പോലും ഞാൻ വെക്കാറുണ്ട് മഴക്കാലത്ത്. പക്ഷേ അതിൻ്റെ ഈൽഡ് ചെറുതായിരിക്കും. ഈ സീസണിൽ വിൻ്ററിൽ ഉണ്ടാകുന്ന മാതിരി അല്ല, ആ കാലത്ത് ചെറിയതായിരിക്കും, എന്നാലും ഉണ്ടാവും. അപ്പോൾ കേജ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. കൂടുതൽ സ്ഥലമില്ല, ഇത് 12 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൽ വെക്കാവുന്ന സപ്പോർട്ട ഉണ്ട്, നിറയെ കായ്ക്കുന്നതാണ് സപ്പോർട്ട.
പിന്നെ ഒരു തെങ്ങ് 1-2 ഉണ്ടായിരുന്നു, നശിച്ചു പോയി. ഒരു തെങ്ങിപ്പുണ്ട്, പ്ലാവുണ്ട്, മാവ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ. അപ്പോൾ ഡോക്ടറെ, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഇതിനൊരു ടൈമിങ്ങിൽ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതുപോലെ വൈഫ് ബാങ്കിലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയാണ്? അതേപോലെ തന്നെ മക്കൾ കാര്യങ്ങൾ അവരെങ്ങനെയാണ് ഈ ഒരു കൃഷിയോട് താല്പര്യം? അതുപോലെ വൈഫ് എങ്ങനെയാണ്? വൈഫ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് വൈഫ് തന്നെയാണ്. കാരണം ഇപ്പോൾ അവളിപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും. മരുന്നടിക്കുന്നതും വളമിടുന്നതും തൈ വയ്ക്കുന്നതും ഗ്രോ ബാഗ് നിറയ്ക്കുന്നതൊന്നും അവർക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ നനയ്ക്കുന്നത് പ്രധാനമായിട്ട് അവൾ തന്നെയാണ്. വൈകുന്നേരം വന്നിട്ട് ഇതിനെല്ലാം നനയ്ക്കണമെങ്കിൽ തന്നെ ഒരു പണിയാണിത്. അപ്പോൾ ഞാൻ നനയ്ക്കാനോട് തുടങ്ങിയാൽ എനിക്ക് പിന്നെ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈവനിങ്ങിൽ അവൾ ജോലി കഴിഞ്ഞ് വന്ന് എല്ലാത്തിനും നനയ്ക്കും. ബാക്കി രാവിലത്തെ കുറച്ച് സമയം ഒരു 9:30 വരെ ഞാൻ നേരത്തെ എണീക്കും. അതൊരു 7 മണി മുതൽ ഒരു 9:30 വരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. പിന്നെ മക്കളെ 2 പേരാണുള്ളത് ഇവിടെ. ഇപ്പം ഞാൻ 2 പേരും ഇല്ല. മകൻ കർണാടകയിൽ ബാങ്കിൽ ജോലിയാണ്, എൻ്റെ ഭാര്യയും ബാങ്കിൽ തന്നെയാണ്. മകള് എറണാകുളത്ത് പഠിക്കുകയാണ് ഡിഗ്രിക്ക്. അപ്പോൾ അവർക്ക് ഇതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അല്ല, അവർക്ക് ഇപ്പോൾ ഈ ഒരു മുന്തിരിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അതവർക്ക് ഒരു ഇതേമാതിരി കൗതുകമാണ്, അട്രാക്ഷൻ. വന്ന ഫോട്ടോ ഒക്കെ എടുത്ത് അതിനടുത്ത് നിന്ന് അവർ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിനപ്പുറം അവർക്ക് ഒന്നാമത് തിരക്കായിരിക്കും. ഇവിടെ ഇല്ലല്ലോ. പഠിക്കുന്ന കാലം മുതലേ വീട്ടിലുണ്ടായിരുന്നില്ല. +2 ആയാലും ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പോയി മകൻ. അത് കാരണം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ജോലിയായി. അതുകൊണ്ട് അവരധികം ഇവിടെ ഉണ്ടാവാറില്ല ശരിക്കും. പിന്നെ മകളും ഇപ്പോൾ എറണാകുളത്താണ് 3 വർഷമായിട്ട്. പിന്നെ അവർ വന്നാലും ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വലിയ അവർക്ക് താല്പര്യമുണ്ട്. ഫോട്ടോ എടുക്കുന്നത് ഇതൊക്കെ ഭയങ്കര. പിന്നെ മകൾ ഈ വർഷം ബോട്ടണിയാണ് അവൾ എടുത്തത്. പലരും ധരിച്ചിരിക്കുന്നത് അച്ഛൻ്റെ പാത പിന്തുടരാനായിരിക്കുന്നത്. അപ്പം അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് കുറച്ചുകൂടെ മാത്തമാറ്റിക്സ് അല്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷെ അവളുടെ പ്രൊജക്റ്റ് ഇത്തവണ ഈ ബോട്ടണിയിൽ ഫൈനൽ ഇയർ ആണ് ഇപ്പോൾ ഈ വർഷം. അതിൻ്റെ പ്രോജക്റ്റ് അവളെടുത്ത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ പഠിക്കാൻ ഉണ്ട്. അത് ഇവിടെ തന്നെ ചെയ്തതൊക്കെ പ്രൊജക്റ്റ് ഇവിടെ തന്നെ ചെയ്തു. അപ്പോൾ അവൾ എല്ലാ വീക്കെൻഡിലും വന്ന് ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. പരിചരണമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എടുക്കാൻ അവളെ പ്രേരിപ്പിച്ച് അച്ഛന് ഇതിലുള്ള താല്പര്യം തന്നെയാണ്. അവൾക്ക് പൂച്ചെടികൾ ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാളും ഇലച്ചെടികൾക്കാണ്. അവൾ വാങ്ങി വെച്ച കുറേ ചെടികൾ ഇതിനിടയിലുണ്ട്. ഇലയായിട്ടൊക്കെ ബന്ധപ്പെട്ടത് പലതും. പിന്നെ ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ ഭയങ്കര താല്പര്യം. ഇത് സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന വയനാട്ടിൽ കാണുന്ന ഒരു പൂവ്. നിറയെ പൂക്കും, വയലറ്റും വെള്ളയും, നല്ല സ്മെല്ലും ഉണ്ടാവും. അത് 2 ഭാഗത്തും ഓരോന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ എൻ്റെ താല്പര്യപ്രകാരം വെച്ചതാണ്. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട് ഇതിൽ. അപ്പോൾ പുള്ളിക്കാരി ഇത്തരം ഒരു പൂർണ്ണ വിജയം സക്സസ് ആവണേ 2 പേരും ഒരു ഫാമിലിയിലൊക്കെ വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ 2 പേരും ഇതിനോട് ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ചാലേ ഇതൊക്കെ ഇത്രയും സക്സസ് ആവുള്ളൂ. അത് ഉറപ്പാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ കാഴ്ചയുടെയൊക്കെ പിന്നിലുള്ളവർ. അത് തന്നെയാണ് അവളുടെ ഇവിടെ സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നതും. കാരണം ഇപ്പോൾ നനയ്ക്കാനുള്ള ഒരു വലിയ മനസ്സ് അത് തന്നെ. ഇപ്പോൾ ചിലർ അതിനോടും താല്പര്യമില്ലാത്തവരത് ചെയ്യില്ല. അപ്പോൾ അവർക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിൽക്കും. ഇത് തൈ നടുമ്പോഴും എല്ലാ കാര്യങ്ങളും. പിന്നെ ധാരാളം സജഷൻസ് അവളുടെ അടുത്ത് വരാറുണ്ട്. എന്നെക്കാളും എനിക്ക് തോന്നിയിട്ടുണ്ട് പലതും നല്ല സജഷൻസ് വരുന്ന അവളുടെ ഭാഗത്ത് നിന്ന്. ചെടി എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത്. അതൊരു സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഇതുണ്ട്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ കാര്യത്തിൽ നമ്മളിപ്പം പറയുന്ന ഒരു കട്ട സപ്പോർട്ടാണ് പുള്ളിക്കാരി എല്ലാ കാര്യത്തിലും. അതെ അതെ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പച്ചക്കറി ആണെങ്കിലും പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ നമുക്ക് ഉപയോഗിക്കാനാണ്. ഓരോ ദിവസവും നമുക്ക് ചിലപ്പോൾ ഓരോ സാധനങ്ങൾ നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ എന്താ തോന്നുന്നത് നമുക്ക് ഈ ഒരു നമുക്കിങ്ങനെ ഒരു കൃഷി ചെയ്യുന്നതിലുള്ള അനുഭവം? ഒരു സന്തോഷമായിരിക്കുമല്ലോ എപ്പോഴും. നമ്മൾ ആ ഒരു പച്ചക്കറി എടുത്ത് അത് നമ്മുടെ വിഭവമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കുമല്ലോ. അതാണ് നമ്മളിപ്പോൾ ഏറ്റവും വലിയത് മായം ചേർന്ന് വിഷമടിച്ച് വരുന്ന പച്ചക്കറികൾ കഴിക്കേണ്ട മലയാളിയുടെ ഗതികേടാണ് നമ്മളിപ്പോൾ എവിടെയും ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഇതുമാതിരി കഴിയുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് പലരും ഇപ്പോൾ കുറച്ചും കൂടെ മലയാളി സമൂഹം ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ യൂട്യൂബ് അതുപോലെ വാർത്തകളൊക്കെ വരുന്നത് ഒന്നും നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള പച്ചക്കറികളല്ല നമ്മൾ കഴിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ. കാരണം അത് നമുക്കറിയാം. നമ്മൾ വെക്കുന്ന ഒരു സാധനം പിന്നെ മരുന്ന് അടിക്കാതെ മരുന്നടിച്ചില്ലെങ്കിൽ അതിന് അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന എന്തെങ്കിലും ഇതിലിപ്പോൾ ക്യാബേജും കോളിഫ്ലവറൊക്കെ എന്തുമാതിരി ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരു വെറുതെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളതൊന്നും ചെയ്യാറില്ല.
അപ്പോൾ അത് നല്ല പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതും പിന്നെ ഉണ്ടാവും. ഞങ്ങൾ കൂടുതൽ 2 പേര് ഇനിയിപ്പോൾ മക്കളുണ്ടെങ്കിൽ തന്നെ 4-5 പേര് നമുക്ക് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പയറായിട്ട്, ബീൻസ്, പിന്നെ ഈ വിൻ്റർ ആകുമ്പോൾ ഇങ്ങനെ ഒരു ക്യാബേജും കോളിഫ്ലവറും ഒക്കെ മിനിമം ഇതിലേ വെക്കുകയുള്ളൂ, അതിനുള്ള സ്ഥലമേ ഉള്ളൂ. അത് നമുക്ക് വിളവെടുത്ത് അടുത്ത അയൽവാസികൾക്കൊക്കെ കൊടുക്കും. അടുത്ത 3-4 വീടുകളിൽ അവർക്ക് കൊടുക്കും. നാട്ടിൽ തന്നെ ഞാൻ വയനാട്ടുകാരനല്ല, ശരിക്കും മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീട്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ ഇത് ഇവിടെയുള്ള എന്താണെന്ന് വെച്ചാൽ പറിച്ച് അവർക്ക് ക്യാബേജും കോളിഫ്ലവറും കാണുമ്പോൾ അവർക്കൊരു അവിടെയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. പയർ, ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് കൊണ്ടുപോകും, എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പറിച്ച് കൊണ്ടുപോകും. മറ്റേത് നമുക്കിപ്പോൾ ഒരു സാമ്പാർ വെക്കണമെങ്കിൽ വെണ്ട ഇവിടെ ഉണ്ട്, തക്കാളി ഇവിടെ ഉണ്ട്, പിന്നെ ഒരു തോരൻ മിക്കവാറും ദിവസം പയറുണ്ടാവും, ബീൻസ് ഉണ്ടാവും, പിന്നെ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ക്യാബേജും കോളിഫ്ലവറും ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതുമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചീര ഉണ്ടാവാറുണ്ട്. പിന്നെ പച്ചമുളകൊന്നും വാങ്ങേണ്ടി വരാറേ ഇല്ല. പച്ചമുളകൊക്കെ ഇവിടെ തന്നെ നമുക്ക് എപ്പോഴും. കരുവേപ്പിലുണ്ട്, ഇപ്പം ഒന്ന് വാടി നിൽക്കുകയാണ് വേനലായപ്പോൾ, നല്ല കരുവേപ്പില ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇഞ്ചി നമ്മൾ ചെറിയ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ. വഴുതന നിറയെ ഉണ്ടാകുന്നൊരു സാധനമാണ് വഴുതന, ഇവിടെ നന്നായിട്ട് ഉണ്ടാകുന്നതാണ്. ബീൻസും വഴുതനയാണ് ഞാൻ ഏറ്റവും പച്ചക്കറികളിൽ ഏറ്റവും. പിന്നെ ഈ ശീതകാല പച്ചക്കറി ഒരു മരുന്ന് അടിക്കേണ്ടി വരാറില്ല, അത്രയും നന്നായിട്ട് ഉണ്ടാകും. നമ്മൾ വളം ഇട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലുപൊടി നമ്മൾ ജൈവവളങ്ങളൊക്കെ ഇടണം. പിന്നെ ഇടയ്ക്ക് എനിക്ക് സ്ലറി ഉണ്ട്, ബയോഗ്യാസിൻ്റെ, നമ്മൾ വീട്ടിലെ മറ്റേ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് കിട്ടുന്ന അതാണ് എൻ്റെ ഇതിലൊക്കെയുള്ള വളം. ഞാൻ ഇതിനെല്ലാം അത് ഇടാറുണ്ട്, ഒഴിക്കാറുണ്ട്. അത് ഇപ്പുറത്ത് സ്ലറി ആയിട്ട് വരുമല്ലോ, അത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്കും പച്ചക്കറികൾക്കും അത് എത്ര ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താലും വേറെ കെമിക്കൽ പോലെ ദോഷങ്ങളൊന്നുമില്ല. അതാണ് ഇതിലെ പ്രധാനപ്പെട്ടൊരു വളം, അത് തന്നെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നമുക്കൊരു താല്പര്യമുള്ളതുകൊണ്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും ഇതിലെന്താ നല്ലത് ചെടികൾ. അപ്പോൾ ഈ ചെടികൾ തന്നെ ഇപ്പോൾ നമ്മളെ സുൽത്താൻ ബത്തേരിയുള്ളൊരു യൂട്യൂബറുണ്ട്, അവർ ഒത്തിരി എനിക്ക് ടിപ്പുകൾ തന്ന ഒരു ലേഡിയാണ് അവർ. ഞാൻ പേഴ്സണലായിട്ട് അവരോട് ചോദിച്ചു എനിക്ക് സംശയങ്ങൾ. അവർ തന്ന അഡ്വൈസുകൾ കുറേ എനിക്ക് ഈ ചെടി നന്നാവാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാത്ത പല കാര്യം ഞാൻ അവരോട് ചോദിക്കും. അവരിത് നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. ചെടികൾ ധാരാളം, പ്രത്യേകിച്ച് ബോൾസം, റോസ്, അവർ പിന്നെ സെയിലും കൂടെയുള്ള കൂട്ടത്തിലാണ്. എന്നാലും അവരിത് ഇത്രയും നന്നാക്കി അവരുടെ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂച്ചെടികൾ തന്നെയാണ് താല്പര്യം. പിന്നെ ഇതിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടത് മുറ്റത്തുണ്ടാക്കി എടുക്കുന്നത് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, സംതൃപ്തി. പിന്നെ ആരോഗ്യത്തിന് നമ്മുടെ കയ്യെത്തും ദൂരത്തും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതൊക്കെ ഒരു കൗതുകമായിട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലും ഇപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് ഇനി അത് ഉണ്ടാവില്ലല്ലോ. സപ്പോർട്ട നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അത് മിക്കവാറും ഒരു സീസൺ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നത്, നിറയെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. വവ്വാലൊന്നും. ഇത് ലിച്ചിയാണ്, നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ലിച്ചി. കിട്ടാറുണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഇതേമാതിരി വവ്വാൽ തിന്നു പോകും, അല്ലെങ്കിൽ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്യണം, എന്നാലേ അതിനൊന്നും മെനക്കെടാറില്ല. അപ്പോൾ മിക്കവാറും കിളി തിന്നട്ടെ എന്ന് വിചാരിക്കും നമ്മൾ. വവ്വാൽ അവന്മാർ അവർക്കും ജീവിക്കണ്ടേ, അതുകൊണ്ട് അവർ തിന്നട്ടെ എന്ന് വിചാരിക്കും നമ്മൾ കുറേയൊക്കെ. അതുകൊണ്ട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിലിങ്ങനെ ചെയ്യാവുന്ന സ്ഥലത്തൊക്കെ വലിയ മരങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യം ഇല്ല. ഇനി ചെറിയ ചെറിയ അതാ പച്ചക്കറികളിലൊക്കെ ഒതുങ്ങുന്ന ചെടികളിലൊക്കെ നിൽക്കുന്ന മരം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്നാലോചിക്കുന്നുണ്ട്. അതായത് എനിക്ക് എൻ്റെ താല്പര്യമായിരുന്നു അത്. പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഫലവൃക്ഷങ്ങൾ ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു കുറച്ചുകൂടി വിപുലമാക്കി കൂടെ. അത് ഇത്രയധികം ഒരു അതിലുള്ള ഒരു താല്പര്യമുള്ളത് കൊണ്ട് പിന്നെ നമ്മളെടുക്കുന്ന അധ്വാനം പലരും കാണാറുണ്ട്. എൻ്റെ വീട്ടുകാരായാലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ എപ്പോഴും ഞായറാഴ്ചകളൊക്കെ മുഴുവൻ സമയം ഞാൻ ഇതിനു വേണ്ടി തന്നെ മാറ്റി വയ്ക്കുകയും ചെയ്യുക. എനിക്കത് സന്തോഷത്തോടുകൂടി ചെയ്യുന്നതാണ്. മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് സ്ഥലം ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. പിന്നെ സമയം കൂടെ വേണം. എൻ്റെ ഈ പ്രൊഫഷൻ എനിക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള പിന്നെ പണിക്കാരെയൊക്കെ വെച്ചൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ ഏതായാലും ഇല്ല. പിന്നെ ഇത് വിപുലമായി ഇവിടെ തന്നെ ഇപ്പോൾ ചിലർ ഇതൊക്കെ ഒരു സെയിൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അതൊന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല എന്തായാലും. അത് വേണ്ടവർക്ക് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ധാരാളം ആൾക്കാർ ചോദിച്ചിരുന്നു. ഞാൻ വീട്ടിൽ വരും, ഞാൻ എൻ്റെ ഇത് തരാം, കൊമ്പ് തരാം, അത് നിങ്ങൾ കൊണ്ടുപോയി പിടിപ്പിച്ചോളൂ, അതിൻ്റെ രീതികൾ പറഞ്ഞും തരാം, അങ്ങനെ ഒക്കെ കൊടുക്കാമെന്നല്ലാതെ അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ഇത് ഇതുവരെ ആലോചിച്ചിട്ടില്ല.
അതിനി നാളെ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എന്തായാലും അങ്ങനത്തെ ഒരു ചിന്തയില്ല. അതിനൊക്കെ അത് വേറെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. അത് തന്നെ സംബന്ധിച്ച് ഇപ്പം എളുപ്പമല്ല. കാരണം നമുക്ക് ഈ പ്രൊഫഷൻ വിടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് കൂടെ പോകണമല്ലോ, അതിന് പ്രൊഫഷൻ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തനായ ഒരു കർഷകനെയും അതുപോലെ തന്നെ പൂക്കളെ സ്നേഹിക്കുന്ന, അതുപോലെ പഴങ്ങളെ, ഫ്രൂട്ട്സിനെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരു വ്യത്യസ്തനായ ഒരാളെയാണ് നമ്മളിന്ന് തീർച്ചയായിട്ടും പരിചയപ്പെട്ടത്. ഇദ്ദേഹത്തെ പരിചയപ്പെടാതെ പോയിരുന്നെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി നഷ്ടമായി പോയേനെ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ, നമുക്ക് മുറ്റത്ത് തന്നെ ചെറിയ സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും നമുക്ക് ആസ്വദിക്കാനുള്ള പൂക്കളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കാം എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ഗിരീഷ് ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിയും ഈ ഒരു പൂന്തോട്ടവും ഒക്കെ വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനിയും നന്നായിട്ട് കുറേ ഇവിടെ പൂക്കളൊക്കെ നിറയട്ടെ. ഈ ഒരു മുന്തിരി ഇനിയും നന്നായിട്ട്, ഇനിയും കൂടുതലായിട്ട് ഇവിടെ മൊത്തം മുന്തിരി നടാനുള്ള ഒരു ഇതുണ്ടാവട്ടെ അല്ലേ. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ ആണെങ്കിലും നല്ല വളരെ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം പച്ചക്കറി കൃഷിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കുറച്ച് സ്ഥലത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുകൂടി തെളിയിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും പാടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.